ഗുഡ് മോർണിംഗ്. കോഫി ഉണ്ടാക്കാം. അത് തിളക്കട്ടെ. അപ്പം നമുക്ക് ആ സമയത്ത് കുറച്ച് നേരം വെളിയിൽ പോയി നിൽക്കാം. വെളിയിൽ പോകുന്ന ഉദ്ദേശിച്ചൊരു വർക്ക് ഏരിയ പോയി നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ്. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. ഭയങ്കര വെയില. ഇത് വർക്ക് ഏരിയ പോലുള്ള സ്ഥലമാണ്, കിച്ചൻ്റെ വെളിയിൽ. അങ്ങനെ കാപ്പിയൊക്കെ തിളച്ചിട്ട് ഞാൻ എനിക്കുള്ള കാപ്പി ഒരു കപ്പിനകത്ത് എടുത്തിട്ട് ബാക്കിയുള്ള ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ചേട്ടനൊക്കെ എണീറ്റ് വരുമ്പോൾ ഹോളിൽ പോയി അവർക്കുള്ള എടുത്തോളും. അപ്പോൾ ഞാൻ കാപ്പിയായിട്ട് നേരെ ഹോളിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ അധികം നേരമൊന്നും ആയിട്ടില്ല, ഏകദേശം 7:30-8 മണിയൊക്കെ ആവും. ഞാൻ കോഫിയിൽ പഞ്ചസാര ഇടത്തില്ല കേട്ടോ. ഇപ്പോൾ കുറേ വർഷമായി ഞാൻ പഞ്ചസാര ഇടാതാണ് കുടിക്കുന്നത്. ഞങ്ങൾ ക്രിസ്മസിന് ആ സമയത്ത് നോക്കിയ ലൈറ്റാണ്, ഇപ്പോഴും അത് അവിടെ കിടക്കുക. ഭയങ്കര ചൂടാണ്. എനിക്ക് ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും ഇച്ചിരി ആറിക്കഴിഞ്ഞിട്ട് കുടിക്കുന്ന ഇഷ്ടം. പക്ഷെ ചിലരുണ്ട് അവർക്കിങ്ങനെ കാപ്പിയും ചായയൊക്കെ ചൂടോടെ കുടിക്കണം. പക്ഷെ ഞാൻ നേരെ തിരിച്ചാൽ എനിക്ക് തണുത്തിട്ട് കുടിക്കാനാണ് ഇഷ്ടം. എനിക്കിഷ്ട ഫോട്ടോ കിട്ടുമോ നോക്കട്ടെ. കരിഞ്ഞു പോകുന്ന വെയിലാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഫോട്ടോ കിട്ടിയാൽ നോക്കട്ടെ. അവിടെ നിന്നിട്ട് ഭയങ്കര വെയിലേ. അപ്പോൾ ബാൽക്കണി പോയി എടുക്കാം ഫോട്ടോ. ഇതാണ് ബാൽക്കണി. വൈകുന്നേരമൊക്കെ ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ല വൈബാണ്. ഫോട്ടോ എടുത്തേ, പക്ഷെ വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അകത്ത് കയറിയിട്ട് നോക്കട്ടെ ഫോട്ടോ കിട്ടാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാവേ. അട ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട്. നാട്ടിൽ പോയിട്ട് വന്നപ്പം ഞാൻ വാഴയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം ഗോതമ്പൊടി ഇരിപ്പുണ്ട്, ശർക്കരയും തേങ്ങയിട്ട് രാവിലെ അട ഉണ്ടാക്കാം. പിന്നെ പച്ചക്കറി ഒക്കെ വാങ്ങിക്കണം. അപ്പം അതിന് കുറച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് പോകും. പോയിട്ട് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വാഴയിലും വഴുതനയും വെച്ചിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പം ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. തേങ്ങ ഇരിപ്പുണ്ട്, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ശർക്കര എടുക്കണം. ശർക്കരയൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ശർക്കര എടുത്ത് നോർമൽ വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ സാധാരണ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അതിങ്ങനെ ഉണ്ടാക്കി സമയം പോകത്തില്ല. അപ്പോൾ പിന്നെ ഓഫീസിലും പോകണം, സ്കൂളിൽ ആക്കണം, അങ്ങനത്തെ കുറച്ച് ബിസിയുള്ള ദിവസങ്ങളായിരിക്കും എല്ലാത്ത ദിവസം. ഇതുപോലെ ശനി ഞായറൊക്കെ വരുമ്പോഴാണ് ഇതുപോലെ അടയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടുന്നത്. ചില ശർക്കരയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെണ്ടയെടുക്കാൻ. പക്ഷെ ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ബാക്കി മറന്നുപോയി, കുഴപ്പമില്ല, പഠിച്ചെടുക്കാം. ഇത്രയും മതി കേട്ടോ. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. തേങ്ങ എടുത്തു. ഈ തേങ്ങ ഈ ശർക്കരയായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഇപ്പം തൽക്കാലം ഏലക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷെ ഏലക്കൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും. പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്യാം. അപ്പോൾ അത് എല്ലാം കഴുകിയെടുക്കാം. അങ്ങനെ ഇലയൊക്കെ കഴുകി വെച്ചിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ ആ പാതകമൊക്കെ ഒന്ന് തൂത്തുടച്ചിടുവാണ്. ഇനി ഗോതമ്പൊടി എടുത്തിട്ട് നമുക്ക് മാവ് ഒഴിച്ച് വെക്കാം അട ഉണ്ടാക്കാനായിട്ട്. ഒന്നുകൂടെ എടുക്കാം, മതിയായിരിക്കും. ഇതിനകത്ത് ഇനി ആവശ്യത്തിന് ഉപ്പിടണം. ഇത് പണ്ട് സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി തരുന്ന സാധനമായിരുന്നു കേട്ടോ. അന്ന് സ്ഥിരമായിട്ട് ഉണ്ടാക്കുമ്പോൾ വലിയ വിലയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ സാധനം കഴിക്കുന്നേ ഇല്ല. അപ്പോഴാണ് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ഈ ശനിയാഴ്ച ഇതുണ്ടാക്കി കഴിക്കാമെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മാവിനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം.
ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി ഒന്നും വേണ്ട, പക്ഷെ ഈ ഒരു കൺസിസ്റ്റൻസി. ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്ന കാണിക്കാവേ. ആദ്യം ചെറിയൊരു ഇതൊക്കെ ഞാനങ്ങനെ ഒരട ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി ഇലയിൽ ഇങ്ങനെ മാവിങ്ങനെ പരത്തി എടുക്കുവാണ്. ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം ഇങ്ങനെ പരത്തുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ ഒട്ട് പിടിക്കാതിരിക്കാൻ വെള്ളത്തിലിങ്ങനെ തൊട്ടിട്ടാണ് ബാക്കി ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരെണ്ണം ഇങ്ങനെ ചുട്ടെടുത്തേ. അപ്പോൾ ഇങ്ങനെ ബാക്കി ഞാനിങ്ങനെ ദോശക്കല്ലെ വെച്ചിട്ടിങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുവാണ്. അതുണ്ടാക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ 1-2 എണ്ണമൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ, കാരണം മധുരം ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തലയ്ക്ക് പിടിക്കും. പക്ഷേ ഇതെല്ലാം തീർന്നു കഴിയുമ്പോഴാണ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ തോന്നുന്നത്. അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ പരത്തി എടുക്കുകയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ആക്ച്വലി അടയെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓട്ടടയെന്നാണ് പറയുന്നത്. പക്ഷെ ചിലരിങ്ങനെ ഇലയുടെയെന്ന് പറയും, പക്ഷെ ഇലയുടെ ഇതല്ലല്ലോ, ഇത് ചുട്ടെടുക്കുന്ന സാധനമല്ലേ. അപ്പൊ ഇതിന് ഓട്ടടയെന്നല്ലേ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത്? എല്ലാ അടയും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇതിൽ ഞാൻ മിക്കവാറും 1-2 എണ്ണമൊക്കെ കഴിക്കത്തുള്ളൂ, കാരണം മധുരമല്ലേ, പെട്ടെന്ന് അത് തലക്ക് പിടിക്കും. കഴിച്ച് നോക്കാം. ബാക്കി അടച്ചു വെക്കാതെ, അല്ലെങ്കിൽ നമുക്ക് എണീറ്റ് വരുമ്പോഴത്തേക്ക് ചൂട് പോവും. ഓക്കെ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ച് പറയണം ഞാൻ അടയുണ്ടാക്കി, എങ്ങനെയുണ്ടെന്ന് വിളിച്ച് പറയണം. നോക്കാം, കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ. അരേ വാ, ചെറിയ ചൂടുണ്ട്. കൊള്ളാം. 12 മണി കഴിഞ്ഞേ. അപ്പോൾ നമുക്ക് ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാം. കുഞ്ഞ് എണീറ്റേ, അപ്പോൾ അവൾക്ക് TV വെച്ച് കൊടുത്തിട്ട് ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാനായിട്ട് വന്നതാണ്. കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്, അപ്പോൾ ബാക്കി പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അവിയൽ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ വെള്ളരിക്കയും പടവലങ്ങയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചേന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ല, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള പച്ചക്കറി അരിഞ്ഞു വെക്കാം. അപ്പം ഞാൻ ഇരുന്ന പച്ചക്കറി ഇങ്ങനെ അവിയലിന് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറി എടുത്ത് അരിഞ്ഞു, ഇനി ബാക്കി കൊണ്ടുവരട്ടെ. എന്ത് മുട്ടായി? കളർ ക്യാൻഡിയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ പച്ചക്കറിയായിട്ട് വന്നേ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ബാക്കി വഴുതനങ്ങയും ചേനയും ഒക്കെ എടുത്ത് ഇങ്ങനെ ബാക്കി അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെക്കുകയാണ്. അപ്പം ഞാൻ അവിയലിനകത്ത് കൊച്ചുള്ളി ഇടുന്നുണ്ട്. അപ്പം ഈ ഉള്ളിയൊക്കെ ഇടുന്ന കറിയാണെങ്കിൽ ഞാൻ മാക്സിമം കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇടാറുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ബാക്കി ഞാനിങ്ങനെ നന്നായിട്ട് കഴുകി വാരിയെടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അവിയൽ. അപ്പം ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്, അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പണി കഴിയും. അല്ലാത്ത പാത്രത്തിലൊക്കെ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ വെന്തോ എന്ന് നോക്കാനായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം. ഈ കുക്കറിലാകുമ്പോൾ ജസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അവിയലിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഒരു മാക്സിമം 1 അല്ലെങ്കിൽ ഒരു 2 വിസിലൊക്കെ അടിച്ച് ബാക്കി സമയം നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരണ്ടി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ജീരകപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ജീരകം ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജീരകപ്പൊടിയും പിന്നെ കരിയാപ്പിലയും കാന്താരിയും ഒക്കെ ഇട്ട് ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക തേങ്ങ. അപ്പം കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്.
വളരെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് ബാക്കി അരപ്പും പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്, കുറച്ച്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനത് വിസിലടിക്കാൻ വെച്ചേ. മാക്സിമം 1 അല്ലെങ്കിൽ മാക്സിമം 2 അത്രയൊക്കെ വിസിലടിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ബാക്കി പച്ചക്കറിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചേ. അപ്പോൾ 2 വിസിലടിച്ച് വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയപ്പം കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുളിയും പിഴിഞ്ഞ് അവിയലിലേക്ക് ഒഴിക്കുക. ചില സമയത്ത് ഞാൻ തൈര് ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ പച്ചമാങ്ങയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മാങ്ങ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അവിയൽ വെന്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഒക്കെ ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ചേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനെടുത്തു. ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം അവിയൽ മതിയല്ലോ. ഇപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ വേറെ അങ്ങനെ എക്സ്ട്രാ കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പോയി ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീറ്റപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമായി. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനായിട്ട് ഒരുങ്ങി ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വെളിയിൽ ഇറങ്ങുന്നത്, കാരണം ഇന്ന് പുറത്തങ്ങനെ ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ഞങ്ങൾ 2 വീലറിനാണ് പോകുന്നത്. 2 വീലറിനൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നേരെ ഇവിടെ അടുത്തുള്ള റോയൽ ബേക്കറിയിലേക്ക് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റാ.